ഹലോ. പിന്നെ ഞങ്ങൾ എന്നിട്ട് പറയാനാവുന്ന കണ്ണ കണ്ണൻകുട്ടിക്ക് പായസം കിട്ടിട്ടോ. എവിടെ നിന്ന് കണ്ണ പായസം കിട്ടിയേ? കല്ലൂന് കൊണ്ടുവന്നാക്കിയിട്ട് വരുമ്പോഴേക്ക് ഞങ്ങള് അമ്പലത്തിൽ പോയി. അമ്പലത്തിന്റെയും സ്കൂളിന്റെ സെന്ററിലാണ് നമ്മളുടെ വീട് വരുന്നതേ. അപ്പൊ ഞങ്ങൾ എന്ന് വിചാരിക്കാം അമ്പലത്തിൽ പോകണം. ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ അമ്പലത്തിൽ പോയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഗണപതി ഹോമത്തിന്റെ അന്നാണ് പോയത്. പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. രാവിലെ തന്നെ കല്ലൂന് വിടേണ്ട ഒരു തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ പിന്നെ മഴ, പിന്നെ കണ്ണനെയാണെങ്കിൽ കണ്ണനെ എടുത്തിട്ട് കോടയും പിടിച്ചു വെക്കാൻ അമ്പലത്തിലാണെങ്കിൽ എവിടേക്കാണെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ കിടന്ന ഭയങ്കര സന്തോഷം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ ദിവസമായി ഇങ്ങനെ വിചാരിക്കണം അമ്പലത്തിൽ പോകണം. പിന്നെ ഒരു മടി അങ്ങനെ തോന്നും. പിന്നെ പോവില്ല, മഴയില്ല, വേഗം ഓടി കല്ലൂനെ കൊണ്ടുവന്നാക്കി വരാമെന്ന് വിചാരിക്കാം. ഇന്നിപ്പോ അമ്പലത്തിൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ മുത്തപ്പന്റെ അമ്പലം കാണാൻ പറ്റും. അപ്പൊ സ്കൂളിന്റെ അതിൽ കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ കടന്ന് ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ക്ലീൻ ചെയ്യേണ്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിയുടെ അടുത്ത് കുറെ നേരം സംസാരിച്ചു. പറഞ്ഞ് അമ്പലത്തിൽ ചെന്നപ്പോ അവിടെയുള്ള ചേച്ചിമാർക്കൊക്കെ നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ വെളിച്ചപ്പാട് പോലെയാണ്. എനിക്ക് ആരും അറിയില്ല, എന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും എന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, കണ്ണനെ കളിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരും എനിക്കറിയില്ല, പക്ഷെ എല്ലാവർക്കും എന്നെ അറിയാം കേട്ടോ. അപ്പൊ അവിടെ ചെന്നപ്പോ കണ്ണൻകുട്ടിക്ക് നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ കണ്ണൻകുട്ടിക്ക് അവിടെ നിന്ന് പ്രസാദം പായസമൊക്കെ തന്നയിച്ചു കേട്ടോ. അവിടുത്തെ ആന്റിമാര് കണ്ണൻകുട്ടിക്ക് പായസമൊക്കെ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്തൊക്കെ എനിക്ക് പായസമൊക്കെ തന്നയിച്ചു. പക്ഷെ പായസവും പുഷ്പാഞ്ജലിയുടെ പ്രസാദവും ഫോണും എടുത്തിട്ടുണ്ടായിരുന്നു. ഫോണും കണ്ണനും ഒക്കെ ആയിട്ട് ഞാൻ ഒരു കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ ഇങ്ങോട്ട് എത്തിയത്. പക്ഷെ കണ്ണൻ ഭയങ്കര ഹാപ്പി. കണ്ണന് ഞാൻ എന്നിട്ട് വന്നിട്ട് പായസം അടിച്ച് കൊടുക്കാനിരിക്കുന്നതാണ് കേട്ടോ. അവളുടെ ഭയങ്കര സന്തോഷം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളും കൂടെ കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു വീഡിയോ എടുത്തത്. പായസം ഇഷ്ടം കൊണ്ട് അവന് കഴിക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെയാണ്. പായസം ആയിക്കോട്ടെ, കേക്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൾക്ക് ഇഷ്ടം കൂടുമ്പോൾ ആൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ തുപ്പി ഇരിക്കണം. അവരൊക്കെ അറിഞ്ഞു കാണുന്നു പായസക്കൊതി. അമ്പലത്തിലും പറഞ്ഞു പായസക്കൊതിയനാണെന്ന്. അവര് പായസം എടുക്കുമ്പോ ഇന്ന് നോക്കണു എന്നിട്ട് പായസാണല്ലേ എന്നുള്ളതില് നോക്കിക്കൊണ്ടിരിക്കണം. അതേ തുപ്പണ്. ഇതാണ് ചെക്കന്റെ സ്വഭാവം, തുപ്പിക്കൊണ്ടിരിക്കുക ഈ ചെക്കൻ. അല്ലേ കണ്ണാപ്പിയെ? എന്തായാലും കണ്ണനും ഞാനും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയിട്ട്.